ശബരിമല ദർശനം എന്നാൽ പുണ്യം തേടിയുള്ള യാത്രയാണ്, മോക്ഷം തേടിയുള്ള യാത്ര. ശബരിമല ദർശനത്തോടെ ഭക്തർ പുതുജീവിതവുമായാണ് മലയിറങ്ങുന്നത്. അയ്യപ്പ സന്നിധിയിലെ ജ്വലിക്കുന്ന ആഴിയിൽ പാപഭാരങ്ങളുടെ ജഡശരീരം ദഹിപ്പിക്കുന്നതോടെ ഭക്തർ മോക്ഷപ്രാപ്തിയിലെത്തും. 18-ാം പടിക്ക് താഴെ ജ്വലിച്ചുയരുന്ന മഹാ ആഴി സന്നിധാനത്തെ ഏറ്റവും വിശിഷ്ടമായ കാഴ്ചകളിലൊന്നാണ്. അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ശബരിമല സന്നിധാനത്ത് രാപ്പകലില്ലാതെ ജ്വലിച്ചു നിൽക്കുന്ന അഗ്നികുണ്ഡമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ആഴി. സന്നിധാനത്തെ ഭക്തജന പ്രവാഹത്തിന്റെ പ്രതീകം കൂടിയാണ് ആഴി. ഇരുമുടിക്കെട്ടിലെ നെയ്ത്തേങ്ങ പൊട്ടിച്ച് നെയ്യ് ഭക്തർ അഭിഷേകത്തിന് നൽകും. നെയ്ത്തേങ്ങ ജീവാത്മാവാണെന്നാണ് സങ്കല്പം. നെയ്ത്തേങ്ങയുടെ ഒരു ഭാഗം ആഴിയിൽ ദഹിപ്പിക്കും. വ്രതശുദ്ധിയുടെ നാളുകൾ, മനസ്സും ശരീരവും അയ്യപ്പസ്വാമിയിൽ സമർപ്പിച്ചുള്ള ജീവിതം. മോക്ഷമലയാത്ര സന്നിധാനത്തെത്തുമ്പോൾ നിർവൃതിയോടെ അയ്യപ്പ ദർശനം. ഇരുമുടിക്കെട്ടിലെ നെയ്ത്തേങ്ങയാകുന്ന ജീവാത്മാവ് അയ്യന് സമർപ്പിച്ചു കഴിഞ്ഞു. നെയ് നീക്കിയ തേങ്ങ പൂർവ്വജീവിതത്തിലെ ജഡശരീരമായി കരുതി ആഴിയിൽ ദഹിപ്പിക്കുന്നതോടെ ഭക്തന് ഇനി പുതുജീവിതം. മണ്ഡലകാലത്ത് ഇടമുറിയാതെ വീഴുന്ന നാളികേരങ്ങളാൽ കത്തിജ്വലിക്കുകയാണ് അയ്യന്റെ മഹാ ആഴി. ജ്വലിച്ചുയരുന്ന ആഴിക്ക് സമീപത്തെ ആൽമരം ഭക്തർക്ക് എപ്പോഴും കൗതുക കാഴ്ചയാണ്. പലപ്പോഴും ആലിനോളം ഉയരത്തിലാണ് ജ്വാല എത്തുന്നത്. മരത്തിന്റെ ഒരു ഇല പോലും വാടിക്കരിയുന്നില്ല, പകരം തളിർക്കുകയാണ്. ആഴിയിൽ ജഡശരീരം ദഹിപ്പിച്ച് പുതുജീവിതം തളിരിടുന്ന ഭക്തരെ എന്ന പോലെ ഈ ആൽമരത്തിനും ഓരോ ദിവസവും പുതിയ ഇലകൾ തളിരിടുന്നു. ഭക്തൻ ഇതുവരെ ഉള്ളിൽ കൊണ്ടു നടന്ന മോഹം, ദുഷ്ചെയ്തികൾ, അഹങ്കാരം എല്ലാം ഈ ആഴിയിൽ ദഹിപ്പിക്കുകയാണ്. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടെ മോക്ഷത്തോടെ പുതുജീവിതമായി മലയിറങ്ങുന്നു. മോക്ഷത്തിന്റെ, അനുഗ്രഹത്തിന്റെ, പുതുജീവിതത്തിന്റെ പ്രതീകമായി ആഴിയിൽ നിന്നുള്ള അഗ്നി ആകാശത്തേക്കുയരുന്നു. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം മിഥുൻ മുരളി, ജനം, സന്നിധാനം. മനോഹരമാണ്. ഓരോ തീർത്ഥാടനം എന്ന് പറയുന്നത് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുകയാണ്. മിഥുൻ ആ സ്ക്രിപ്റ്റിൽ പറയുന്നത് പോലെ. അപ്പോൾ ഒരു തീർത്ഥാടകൻ അവിടെ എത്തി അതിനുശേഷം ഈ നാളികേരം ആഴിയിലേക്ക് എറിയുന്നതോടുകൂടി ഒരു പുതിയ ജന്മമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി മനസ്സിലും ശരീരത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നെഗറ്റീവ് എനർജികളെ ദഹിപ്പിക്കുകയാണ്. അതിനുശേഷമാണ് ഓരോ ഭക്തനും മലയിറങ്ങുന്നത്. അങ്ങനെ ഒരു വലിയ സന്ദേശമാണ് ശബരിമല എന്ന ആ കാനന ക്ഷേത്രം നമ്മുടെ നാടിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ശബരിമലയിലേക്ക്.